അപ്പോൾ ബിശൈഇൻ മിനൽ ഖൗഫി, പേടി കൊണ്ടും ഭയം കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽ ജൂഇ, പട്ടിണി കിടന്നുകൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വൽ അൻഫുസി, ശാരീരികമായ നഷ്ടങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. ഒന്നുകിൽ അത് രോഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ അത് മരണമായിരിക്കും. വസ്സമറാത്ത്, കൃഷിയിലൂടെ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. കൃഷിയിലൂടെ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ കുറഞ്ഞു വരും, കൃഷിയിൽ ഫലങ്ങൾ ഉണ്ടാവൂല, വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആരാണ് ഈ ക്ഷമിക്കുന്നവർ? الذين إذا أصابتهم مصيبة, എന്തെങ്കിലും ഒരു മുസീബത്ത് കടന്നു വരുമ്പോൾ, എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, ഖാലൂ, അവർ പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രയാസങ്ങൾ വന്നാൽ ആദ്യം പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ആദ്യം പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരല്ലേ, പിന്നെ എന്തിനാ നമ്മൾക്ക് പേടി? എപ്പോഴായാലും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നും അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റോമിലേക്ക് ഒരു സൈന്യത്തെ പറഞ്ഞേക്കുകയാണ്. റോമിലേക്ക് ഒരു സൈന്യത്തിന്റെ കൂടെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേച്ചപ്പോ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെയും റോമിലെ രാജാവ് പിടിച്ചു വെക്കുകയാണ്, ബന്ദിയാക്കി പിടിച്ചു വെക്കുകയാണ്. ബന്ദിയാക്കി പിടിച്ചു വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ മതത്തിൽ ചേരണം, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ ചേരണം, അല്ലെങ്കിൽ നിങ്ങളെ വധിക്കാൻ പോവുകയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ ഹുദാഫ റളിയല്ലാഹു അൻഹു അവരുടെ മുഖം നോക്കി പറയുന്നത്, എനിക്ക് മരിക്കാൻ പേടിയില്ല, എനിക്ക് മരിക്കാൻ പേടിയില്ല. നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ വധിച്ചോളൂ എന്നാ പറഞ്ഞത്, എനിക്ക് മരിക്കാൻ പേടിയില്ല. അപ്പോൾ ഈ രാജാവിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അഥവാ ഇത്രയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ, നിങ്ങൾ എന്നെ കൊല്ലാണെങ്കിൽ കൊന്നോളൂ, നിങ്ങളുടെ മതത്തിൽ ചേരാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നുകിൽ നമ്മളായിട്ട് ലയിക്കുക, ഞങ്ങളുടെ മതത്തിൽ ചേരാ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ നാട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവുകയാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഒരു ഇളവും ആവശ്യമില്ല, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ മരണം സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് റോമിലെ രാജാവ് എത്തുന്നത്. അദ്ദേഹത്തെയും മുസ്ലിമീങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒന്നും കൂടി ആവശ്യപ്പെട്ടു, പിന്മാറാൻ നിങ്ങൾ തയ്യാറാണോ, അതോ നിങ്ങളെ ഞാൻ വധിക്കണോ എന്നാ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലാണെങ്കിൽ എനിക്കത് സന്തോഷാണ്, എനിക്കതിൽ പേടിയില്ല. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കുരിശിലേറ്റാൻ പറയുന്നത്. കുരിശിലേറ്റി എന്നിട്ട് ദൂരെ നിന്ന് അമ്പുകൾ എയ്തുവിടാൻ പറഞ്ഞു. ദൂരെ നിന്ന് അമ്പുകൾ എയ്തുവിടാൻ, ശരീരത്തിലേക്ക് കാലുകളിലേക്ക് അമ്പുകൾ എയ്തു വീണ് രക്തം വാർന്നൊലിക്കുമ്പോഴും അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്, കരയുകയല്ല, ചിരിക്കുകയാണ് ചെയ്തത്. ഒരുപാട് അമ്പുകൾ എയ്തു മരിച്ചില്ല. പിന്നെയാണ് രാജാവ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടുത്തു വന്ന് ശരീരത്തിലേക്ക് അമ്പെയ്യാൻ. അങ്ങനെ അടുത്തു വന്ന് ശരീരത്തിലേക്ക് അമ്പ് ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന് മാറ്റില്ല. ഇടയ്ക്കിടെ ചോദിക്കുന്നു, പിന്മാറാൻ തയ്യാറാണോ, ഞങ്ങളുടെ മതത്തിലേക്ക് വരാൻ തയ്യാറാണോ? ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വിട്ടോളാം എന്നാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറല്ല, നിങ്ങൾ എന്നെ വധിക്കുന്നത് വരെ എന്തു ചെയ്താലും ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക്
മതത്തിലേക്ക് വരാൻ തയ്യാറല്ല. അപ്പോഴാണ് വലിയ ഒരു തളിക കൊണ്ടുവരാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ മുക്കാൻ മാത്രം വലിപ്പമുള്ള വലിയൊരു തളിക കൊണ്ടുവരാൻ പറഞ്ഞത്. ആ തളികയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആ തളികയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആ എണ്ണയുടെ താഴെ, തളികയുടെ താഴെ വലിയ അടുപ്പ് കൂട്ടി തിളച്ചു മറിയുന്ന തളികയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് ആ തിളച്ചു മറിയുന്ന തളികയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്മാറാൻ തയ്യാറാണോ, അല്ല നിങ്ങളെ ഈ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിയണോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ, എനിക്ക് പേടിയില്ല, എനിക്ക് ഭയമില്ല, നിങ്ങൾ വലിച്ചെറിഞ്ഞോളൂ എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളായ മഹാനായ ഹുദാഫ തങ്ങളുടെ കൂടെയുള്ള മുസ്ലിം ബന്ദികളിൽ നിന്നൊരാളെ കയ്യും കാലും കെട്ടി ജീവനോടെ തിളച്ചു മറിയുന്ന ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇതിങ്ങനെ പെടച്ചു മരിക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയിൽ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്ന് കാലിട്ടനക്കാൻ പോലും കഴിയാതെ കൈകാലുകൾ ബന്ദിയാക്കി തിളച്ചിങ്ങനെ മരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പിന്മാറാൻ തയ്യാറാണോ? രണ്ടാമതൊരാളെയും കൊണ്ടുവന്നിട്ട് ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞ് പിടഞ്ഞ് മരിക്കുകയാണ്. ശരീരത്തിന്റെ അസ്ഥികൂടങ്ങളും ഇറച്ചിയൊക്കെ മാംസമൊക്കെ വെന്ത് അതിങ്ങനെ വേർതിരിച്ച് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന ആ എണ്ണയുടെ മുമ്പിലേക്ക്, തളികയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ നിർത്തിയപ്പോ അദ്ദേഹം അറിയാതെ കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ രാജാവിനും പരിവാരങ്ങൾക്കും സന്തോഷമായി. ഉടനെ തന്നെ രാജാവിനെ അറിയിച്ചു, അദ്ദേഹത്തിന് എന്തോ മനം മാറ്റമുണ്ട് എന്നാ തോന്നുന്നത്, അദ്ദേഹം പേടിച്ചിട്ട് കരയുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജാവ് ഓടി വന്നത്. എന്തിനാ കരഞ്ഞത്? മതം മാറാൻ തയ്യാറുണ്ടോ? നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടോളാമെന്നാ പറഞ്ഞത്. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞത്, ഞാൻ കരയാനുള്ള കാരണം പേടിച്ചിട്ടോ ഭയന്നിട്ടോ അല്ല. കരയാനുള്ള കാരണം എനിക്ക് അല്ലാഹു തആല ഒരൊറ്റ ഒരു ശരീരമല്ലേ തന്നിട്ടുള്ളൂ എന്ന ബേജാറിലാണ്. ഒരൊറ്റ ഒരു ശരീരം മാത്രമല്ലേ അല്ലാഹു എനിക്ക് തന്നത്. എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളിൽ എത്രയാണോ രോമങ്ങളുള്ളത്, ആ രോമങ്ങൾ കണക്കെ ശരീരങ്ങൾ അല്ലാഹു എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഒരു ശരീരത്തെ നിങ്ങൾ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു, രണ്ടാമതും വലിച്ചെറിഞ്ഞു, മൂന്നാമതും വലിച്ചെറിഞ്ഞു. അങ്ങനെ എന്റെ ശരീരത്തിലുള്ള ആയിരക്കണക്കിന് രോമങ്ങൾക്കനുസരിച്ച് എനിക്ക് ശരീരമുണ്ടായിരുന്നുവെങ്കിൽ 1000 തവണ ഈ ചുട്ടുപൊള്ളുന്ന തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ സുഖങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ. പക്ഷെ ഒരു തവണയല്ലേ എനിക്ക് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയുകയുള്ളൂ. മരണത്തോടു കൂടി അത് കഴിഞ്ഞില്ലേ, പിന്നെ എനിക്ക് ഈ വേദന ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി, ഈ ക്രൈസ്തവ സമുദായത്തിന്റെ മുൻപിൽ വെച്ചിട്ട് ഈ മുസ്ലിമായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ തിളച്ചു മറിയുന്ന തളികയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെല്ലാം മുസ്ലിമാവാൻ സാധ്യതയുണ്ട്. ഈമാനിന്റെ കരുത്ത് കണ്ടിട്ട്, ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത കണ്ടിട്ട്, മുട്ടുമടക്കാതെ വിധേയത്വം കാണിക്കാതെ ആണത്തത്തോടെ മരണം നേരിട്ട അവരുടെ ഈമാനിന്റെ ശക്തി കണ്ടിട്ട് കൂടെയുള്ള പരിവാരങ്ങളെല്ലാം അവരുടെ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുമോ എന്ന പേടി കാരണത്താൽ അവസാനം ഗത്യന്തരമില്ലാതെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്റെ നെറ്റിത്തടത്തിലേക്ക് ചുംബിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം, എന്റെ നെറ്റിത്തടത്തിലേക്ക് ചുംബിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഒരു രാജാവിന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ച് ഞാൻ വിധേയത്വം കാണിക്കണോ? നമ്മുടെ ഈ കേരളത്തിൽ വരെ മുസ്ലിം നാമധാരികളായ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഫാസിസ്റ്റ് ശക്തികൾക്ക് അധികാരത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി വിധേയത്വം കാണിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്. അധികാരത്തിന് വേണ്ടി വിധേയത്വം കാണിക്കുന്ന കാലമാണ്. ചെയ്ത തെറ്റുകളുടെ പേരിൽ കസ്റ്റഡിയിൽ ജയിലിൽ അടക്കാതിരിക്കാൻ വേണ്ടി വിധേയത്വം കാണിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇയാളെ ചുംബിച്ചിട്ട് അത്ര പേരും എനിക്കിവിടെ രക്ഷപ്പെടണമെന്നുണ്ടോ എന്ന് ആലോചിച്ചു. പിന്നെയാണ് അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചാൽ എന്റെ കൂടെ കടന്നു വന്ന എല്ലാ മുസ്ലിമീങ്ങളെയും മോചിപ്പിക്കാൻ തയ്യാറാണോ? എന്നെ മാത്രമാണോ, അതോ എന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെയും നിങ്ങൾ മോചിപ്പിക്കാൻ തയ്യാറാണോ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിന്റെയും നിന്റെ കൂടെയുമുള്ള മുസ്ലിമീങ്ങളെ മോചിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ഉടനെ തന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാൻ
കാരണം എന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇയാളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞ അയാളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചിട്ട് മുസ്ലിമീങ്ങളായ എല്ലാ ആളുകളെയും മോചിപ്പിച്ച് മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലെത്തിയ ഉടനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തങ്ങളെ കെട്ടിപ്പിടിച്ച് നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളോട് പറഞ്ഞ വാക്കുണ്ട്, ഇദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിങ്ങളെല്ലാവരും ചുംബിക്കണമെന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുകയാ ചെയ്തത്. ഇതാണ് മുഅ്മിനീങ്ങളെ ഈമാനിന്റെ കരുത്തെന്ന് പറയുന്നത്, ഇതാണ് ഈമാനിന്റെ ആവേശം എന്ന് പറയുന്നത്, ഇതാണ്. ഏതെങ്കിലും ഫാസിസ്റ്റ് ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട വീരത്വം അഭിനയിക്കേണ്ട ആളുകളല്ല നമ്മൾ. ധീരമായി നിയമപരമായി ആരെയും ആക്രമിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഈ ഭരണഘടനയുടെ അധ്വംസനത്തിനെതിരെ പോരാടേണ്ട ആളുകളാണ് നമ്മൾ. അല്ലാഹു തആല ഈമാനിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലിട്ട് തരട്ടെ. ഈമാനികമായ ആവേശം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഒരിക്കലും മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, എത്ര കാലമായി ഞങ്ങൾ ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? എവിടെയാണ് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉള്ളതെന്നറിയോ? ഒരു തട്ടം പുതച്ചുകൊണ്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് വരികയാണ്. കഅബയുടെ തൊട്ടടുത്താണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഉള്ളത്. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, അലാ തസ്തൻസിറു ലനാ, നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യൂല നബിയേ? ചോദിക്കാൻ, അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യൂലേ? മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി പരാതി പറയുകയാണ്. എന്താണ് പരാതി? ശകൗനാ ഇലാ റസൂലില്ലാഹ്, നബിയോട് പറഞ്ഞു, നബിയേ, അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യുന്നില്ല നബിയേ? അലാ തദുഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നില്ല നബിയേ? എത്രയാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത്? ഒന്നിനു പിറകെ ഒന്നായി പ്രയാസങ്ങൾ നേരിടുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി പ്രയാസങ്ങളൊക്കെ നേരിടുകയാണ്. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുന്നില്ലേ എന്ന് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഖബ്ബാബേ, കാന റജുലു ഫീമൻ ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇപ്പൊ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ എന്താ നമ്മൾ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ആലോചിക്കൂലേ? എവിടെ പോയാലും, അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ, നേപ്പാളിൽ, ബർമ്മയിൽ, എവിടെ പോയാലും മുസ്ലിമീങ്ങളെ ആണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായം, കാന റജുലു ഫീമൻ ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുസ്ലിമീങ്ങളായ ആളുകൾ ഇതിനെക്കാളും വലുത് നേരിട്ടവരാണ്. എന്താണ് അവർ നേരിട്ടതെന്നറിയോ? യുഹ്ഫറു ലഹുൽ ഫിൽ അർളി, അവർക്ക് വേണ്ടി ഒരു കുഴി കുഴിക്കാറുണ്ടായിരുന്നു. മുസ്ലിമായതിന്റെ പേരിൽ കുഴി കുഴിക്കും, ഒരു കുഴി കുഴിക്കും. എന്നിട്ട് ഫയുജഅലു ഫീഹി, മുസ്ലിമായതിന്റെ പേരിൽ ഒരാളെ കൊണ്ടുവന്ന് ആ കുഴിയിൽ കിടത്തുകയാണ്, കുഴിയിലേക്ക് ഇടുകയാണ്. പകുതിയാണ് കുഴി കുഴിക്കുന്നത്, പകുതി ഒരാളുടെ ഊരവരെയാണ് കുഴി കുഴിക്കുന്നത്. എന്നിട്ട് അയാളെ കുഴിയിലിടും. എന്നിട്ടോ ഫയുജാഉ ബിൽ മിൻഷാർ, നല്ല ഒരു ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് ഫയൂളഉ അലാ റഅസിഹി, അയാളുടെ തലയുടെ മധ്യത്തിലേക്ക് ഈർച്ചവാൾ വെക്കാറുണ്ട്. ഫയുശഖു ബിസനതൈൻ, അങ്ങനെ രണ്ടാളുകൾ കൂടി രണ്ടു ഭാഗത്ത് മരം ഈരുന്നത് പോലെ തലയിൽ നിന്നിങ്ങനെ മധ്യത്തിലായി ഈർന്ന് രണ്ട് കഷ്ണമായി രണ്ട് ഭാഗത്തേക്ക്, രണ്ട് ശരീരത്തിന്റെ രണ്ട് ഭാഗം രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴുമ്പോ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നേരിട്ടിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഖബ്ബാബേ, ആലോചിച്ചു നോക്ക്, നമ്മൾ ഒരു കുഴി ഇങ്ങനെ കുഴിക്കുക, എന്നിട്ട് പകുതി വരെ കുഴിയിൽ നിർത്തി മണ്ണിട്ട് മൂടുക, എന്നിട്ട് നമ്മുടെ തലയിൽ ഈർച്ചവാൾ കൊണ്ടുവന്ന്
ഒരാളപ്പുറത്ത് നിന്ന് ഒരാൾ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ എന്നിട്ട് അവരോട് ചോദിക്കുക, ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ? ഇല്ല, ഞങ്ങൾ തയ്യാറല്ല. തലച്ചോറ് വരെ എത്തി, തയ്യാറാണോ? അല്ല. മൂക്ക് വരെ എത്തി, തയ്യാറാണോ? അല്ല. പിന്നെ ശരീരം ഇങ്ങനെ രണ്ട് കഷ്ണമായി മധ്യത്തിൽ നിന്ന് ഒരു ഭാഗം മറ്റേ സൈഡിലേക്ക്, മറ്റൊരു ഭാഗം ഈ സൈഡിലേക്ക് വീഴുന്നത് വരെ അവർ ഞങ്ങൾ പിന്മാറൂല എന്ന് പറഞ്ഞ് ഈമാനിന്റെ കരുത്തു കാട്ടിയവരാണ് നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, വയുംശതു ബിഅംശാത്തിൽ ഹദീദ്, നല്ല മൂർച്ചയുള്ള ചീർപ്പുകൾ കൊണ്ടുവരും, തലവാരുന്നത് പോലെയുള്ള ചീർപ്പുകൾ. പക്ഷേ അത് പ്ലാസ്റ്റിക് അല്ല, ഇരുമ്പിനാലുള്ള നല്ല മൂർച്ചയുള്ള ചീർപ്പുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ടൊരു മനുഷ്യനെ നിർത്തിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ചീർപ്പുകൾ ഇങ്ങനെ ആഴത്തിൽ ഇറക്കി വിട്ടിട്ട് മാംസങ്ങൾ ഇങ്ങനെ വാർന്നെടുക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് അവന്റെ അസ്ഥികൂടം മാത്രം ബാക്കിയുള്ളതെല്ലാം ചീർപ്പ് കൊണ്ടിങ്ങനെ വാർന്നെടുത്തിട്ട് താഴേക്ക് ഇടാറുണ്ടായിരുന്നു. നമ്മളെ കശാപ്പുകാർ എല്ലിൽ നിന്ന് മാംസം ചെത്തി എടുക്കുന്നത് പോലെ ഒരു മനുഷ്യനെ ജീവനോടെ നിർത്തിയിട്ട് മൂർച്ചയുള്ള ചീർപ്പ് കൊണ്ടുവന്നിട്ട് മാംസം മുഴുവനും പറിച്ചെടുത്ത് അവസാനം ഒരു സ്കെൽട്ടൻ ബോഡിയായി എല്ലും അസ്ഥികൂടം മാത്രമായി മാറും. അപ്പോഴും അയാളോട് ഇടയ്ക്കിടെ ചോദിക്കും, പിന്മാറാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും അവര് പറയുന്നത്, ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ല എന്നാണ്. അതുകൊണ്ട് മഹാനായ ഖബ്ബാബ് തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഖബ്ബാബേ, വെറുതെ അങ്ങ് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പ്രവേശിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബേ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ വെറുതെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുമോ ഖബ്ബാബേ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിട്ടവരാണ്. എന്തിനേറെ വസുൽസിലു, അവരുടെ കാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. ആരൊക്കെ? ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്, എന്നിട്ട് അവിടെയുള്ള സത്യവിശ്വാസികളായ ആളുകളും അവരുടെ പ്രവാചകന്മാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവേ എപ്പോഴാണ് റബ്ബേ ഒന്ന് നിന്റെ സഹായം കിട്ടുക? അനുയായികളല്ല ദുആ ചെയ്തത്, അവിടുത്തെ പ്രവാചകന്മാരാ ദുആ ചെയ്തത്. സഹിക്കാൻ കഴിയാതെ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാലുകൾ പോലും വിറച്ചുപോയ, കാലുകൾ പോലും പ്രകമ്പനം കൊണ്ടുപോയ മഹാന്മാരായ പ്രവാചകന്മാർ അല്ലാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവേ എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നത്? എത്ര കാലമായി ഈ പ്രയാസങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട്, എപ്പോഴാണ് റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അല്ലാഹുവിനോട് മഹാന്മാരായ പ്രവാചകന്മാർ പോലും ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു അവരോട് പറഞ്ഞത്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, പേടിക്കേണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. ബേജാറ് വേണ്ട, ടെൻഷൻ വേണ്ട, അല്ലാഹുവിന്റെ സഹായം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആരാണെന്ന്? ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുക, ആത്മാർത്ഥമായിട്ട് വളരെ ഭംഗിയായിട്ട് സഹകരിക്കുക. ഖബ്ബാബ് ആരാണെന്ന് പഠിക്കണം. ഈ ഖബ്ബാബ്, നബി തങ്ങൾ ഖബ്ബാബിനോടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. സത്യത്തിൽ ഈ ഖബ്ബാബ് ആരാണ്? മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബേ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ഒരു അടുപ്പുണ്ടാക്കി.
നല്ല നീളത്തിലൊരു അടുപ്പുണ്ടാക്കി വിറകുകൾ വെച്ച് അടുപ്പിങ്ങനെ കത്തിച്ചു. എന്നിട്ട് ഖബ്ബാബ് തങ്ങളുടെ കുപ്പായം അഴിച്ചു മാറ്റി. എന്നിട്ട് ഖബ്ബാബ് തങ്ങളുടെ ജീവനോടെ അടുപ്പിൽ മലർത്തിക്കിടത്തി അടുപ്പത്ത് തീ കത്തിച്ച് മഹാനായ ഖബ്ബാബ് തങ്ങളെ ജീവനോടെ മലർത്തിക്കിടത്തി. എന്നിട്ട് ഖബ്ബാബ് തങ്ങൾ പറയാണ്, എന്റെ മാംസത്തിന്റെ തണുപ്പാണ് അവിടുത്തെ തീയിനെ കെടുത്തിയത്. ഖബ്ബാബ് തങ്ങളുടെ പുറം ഭാഗം മുഴുവനും വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ വെള്ള കളർ കാണാം. തോൽ ഉരുകിപ്പോയതാണ്, ചർമ്മം ഉരുകിപ്പോയതാണ്, തൊലി ഉരുകിപ്പോയതാണ്. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ജീവനോടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നെഞ്ചത്തേക്ക് ഒരു ചവിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഈ ഖബ്ബാബിനോടാണ് പറയുന്നത്, ഖബ്ബാബേ, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബ്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ഇതിനേക്കാളും വലിയ പ്രയാസങ്ങൾ നേരിട്ടവരാണല്ലോ ഖബ്ബാബേ. അതുകൊണ്ട് അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ വളരെ എളുപ്പത്തിൽ സ്വർഗം കിട്ടൂല. സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനവും വെല്ലുവിളിയും ഒരുപാട് നേരിടേണ്ടി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഅ്മിനീങ്ങളെ പറയാനുള്ളത്, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദിക്റുകളാണ്, ദുആകളാണ്, പ്രാർത്ഥനകളാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഏത് പ്രതിസന്ധി ഘട്ടമായാലും നമ്മൾക്ക് ചെല്ലാൻ പഠിപ്പിച്ചു തന്നൊരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അഥവാ തീയിന്റെ സ്വഭാവം എന്താ? ഒരു തീയിന്റെ സ്വഭാവം എന്താണ്? ഒരാളെ കരിച്ചു കളയലാണ് തീയിന്റെ സ്വഭാവം. ആ തീയിലേക്ക് ഒരാൾ വീണാൽ അയാളെ വെന്തുരുക്കലാണ് ഒരു തീയിന്റെ സ്വഭാവം. അങ്ങനെയാണ് കത്തിച്ചു കളയുക, ഉരുക്കി കളയുക, വേവിച്ചു കളയുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയുള്ള വലിയ ഒരു തീ ഗുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉടനെ തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ, ഞാൻ നിന്നെ ബരമേൽപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നെ ബരമേൽപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ ത്യാഗം സഹിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തീയിലേക്ക് ചാടി വീഴുന്നത്. അപ്പോൾ തന്നെ അല്ലാഹു തആല ഇടപെടുകയാണ്. അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. അത്ഭുതം ഇവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? ഖുൽനാ യാ നാറു കൂനി വർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ നീ തണുപ്പിച്ച് മരിപ്പിക്കാനും പാടില്ല, കത്തിച്ച് കളയാനും പാടില്ല. ഇബ്രാഹിമിനെ ഒരു തീയായി ചൂടായി കരിച്ചു കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തണുപ്പിച്ച് കൊല്ലാനാണോ? അല്ല, തണുപ്പും വേണ്ട, ചൂടും വേണ്ട, നല്ല ഒരു അന്തരീക്ഷം ഇബ്രാഹിമിന് വേണ്ടി ഒരുക്കണമെന്ന് തീയിന്റെ ഉടമയായ അല്ലാഹു തീയിനോട് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ സുസ്മേരവദനായി തീയിൽ നിന്നിറങ്ങി വന്നത്. എന്താ കാരണം? പ്രതിസന്ധി ഘട്ടത്തിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോൾ ഒരു മത്സ്യത്തിന്റെ ഡ്യൂട്ടി എന്താ? ഒരു മത്സ്യം ചെയ്യാ. മത്സ്യം ലോകത്ത് ഇന്ന് വരെ ആർക്കെങ്കിലും പാർപ്പിടം ഒരുക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ടോ? മീൻ ഒരാളെ കിട്ടിയാൽ എന്താ ചെയ്യാ? വിഴുങ്ങും. അതിന്റെ ഭക്ഷണമായി മീൻ ഈ ഇരകളെ ഉപയോഗിക്കാറാണുള്ളത്. എന്നാൽ അല്ലാഹു തആല ഇടപെടുമ്പോൾ മീനിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. മീനിനോട് പറഞ്ഞു യൂനുസ് നബി അലൈഹിസ്സലാമിന് വീടായി ഒരുങ്ങാൻ. മീനിന്റെ സ്വഭാവം വിഴുങ്ങലാണ്. എന്നിട്ട് കാഷ്ടിച്ചു കളയും. അവിടെ ഓക്സിജൻ ഉണ്ടോ? അവിടെ ശ്വസിക്കാൻ കഴിയോ? അവിടെ തിന്നാൻ കഴിയോ? അവിടെ ജീവിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ മീനിന്റെ സ്വഭാവം ഒരു മനുഷ്യനെ നശിപ്പിക്കലാണ്. പക്ഷേ മീനിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്.
മീനിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചപ്പോൾ അല്ലാഹു തആല മീനിനോട് പറഞ്ഞു, യൂനുസ് നബി അലൈഹിസ്സലാമിന് നല്ല മനോഹരമായ പാർപ്പിടം ഒരുക്കാൻ 40 ദിവസത്തോളം വളരെ സുഖത്തോടുകൂടി ഓക്സിജൻ പോലും ഇല്ലാതെ, ഓക്സിജന്റെ സഹായമില്ലാതെ വെള്ളത്തിന്റെ ഏറ്റവും ആഴത്തിൽ, അതും ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥനായ അല്ലാഹു ഏറ്റെടുത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ഏറ്റെടുത്തത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവിനെ ബരമേൽപ്പിക്കാൻ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം തയ്യാറായതുകൊണ്ടാണ്. അബ്രഹത്തും അതേപോലെ തന്നെ അബ്രഹത്തിന്റെ കൂടെയുള്ള ആനക്കൂട്ടങ്ങൾ കഅബ തകർക്കാൻ വന്നപ്പോൾ അന്ന് മുസ്ലിമീങ്ങളില്ല. കഅബ തകർക്കാൻ വന്നപ്പോൾ അന്ന് മുസ്ലിമീങ്ങളില്ല. വലിയ ആനക്കൂട്ടവുമായി, വലിയ പട്ടാളവുമായി ഈ കഅബയെ തകർത്ത് അവരുടെ നാട്ടിലുള്ള കഅബയ്ക്ക്, അവരുടെ നാട്ടിലുള്ള ആരാധ്യ മന്ദിരത്തിന് പ്രത്യേകമായ സ്ഥാനം ലഭിക്കണം, അംഗീകാരം ലഭിക്കണം, ആളുകളൊക്കെ അവിടെ വന്നിട്ട് ആരാധിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഈ കഅബയെ തകർക്കാൻ വന്നപ്പോൾ അന്ന് മക്കയിൽ മുസ്ലിമീങ്ങളില്ല. അവരൊക്കെ അവരൊക്കെ ഫിത്രത്തിന്റെ സമയമാണ്. ആ സമയത്ത് പ്രവാചകന്മാരൊന്നും വരാത്തത് കൊണ്ട് ഒരു ഫിത്രത്തിന്റെ സമയമാണ്. അഥവാ ദീനെത്തിയിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം വർഷങ്ങളായി പ്രവാചകന്മാർ വന്നിട്ടില്ല. അപ്പൊ പല രീതിയിൽ പല ആളുകൾ പല രീതിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അഹ്ലു കിതാബും തൗറാത്തും ബൈബിളും ഇഞ്ചീലൊക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്. ജൂതന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്രഹത്തും കൂട്ടരും കഅബ തകർക്കാൻ വേണ്ടി കടന്നു വരുന്നത്. അപ്പൊ സത്യത്തിൽ അവിടെ ആർക്കും എന്തില്ല, പട്ടാളമില്ല, സൈന്യമില്ല, ആയുധങ്ങളില്ല. ഇവരെ തോൽപ്പിക്കാനുള്ള കരുത്തൊന്നും ഇവർക്കില്ല, ആർക്കില്ല. അബ്ദുൽ മുത്തലിബിനും അവിടെയുള്ള മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾക്കില്ല. അവരെന്താ ചെയ്തത്? അള്ളാഹുവിനോട് പോയിട്ട് പറഞ്ഞു, അള്ളാഹുവേ, ഈ കഅബ നിന്റെ ഭവനമാണ്, ഈ കഅബ നിന്റെ ഭവനമാണ്, ഇതിന്റെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് കഴിയില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ, നീ ഏറ്റെടുത്തോളണം. അബ്രഹത്തിന്റെ പട്ടാളക്കാരെയും അവരുടെ ഉത്തരവാദിത്വം, അവരുടെ സൈന്യത്തിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ ഞാൻ നിന്നെ ബരമേൽപ്പിക്കുന്നു എന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞപ്പോൾ അല്ലാഹുവാണ് ആനയുടെ ഉടമസ്ഥൻ. അള്ളാഹുവാണ് ആനയുടെ ഉടമസ്ഥൻ. അള്ളാഹുവാണ് ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ. അത്ഭുതകരമായി പക്ഷികളിലൂടെ തീ കല്ലുകൾ പറഞ്ഞേച്ച് ഒരു സമുദായത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു പട്ടാളത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് തണുത്തു വിറച്ച ഖൈബ ഖന്ദഖ് യുദ്ധം നടക്കുന്ന സമയത്ത് 10,000 ശത്രുക്കൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയെ ഉപരോധിക്കുകയുണ്ടായി. ഇതൊരു മദീനയാണെന്ന് സങ്കല്പിക്കുക. ഇതൊരു മദീനയാണെന്ന് സങ്കല്പിക്കുക. ഈ പള്ളിയുടെ ചുറ്റും വലിയ കിടങ്ങ് കുഴിച്ചു, വലിയൊരു തോട് കയറി. എന്തിന്? ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ. ശത്രുക്കൾ മാസങ്ങളോളം ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും കാവലിരിക്കുകയാണ്. പുറത്തിറങ്ങിയാൽ അമ്പയും അവർക്ക് ചാടിക്കടക്കാൻ കഴിയുന്നില്ല, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, പുറത്തു പോകാൻ കഴിയുന്നില്ല, അധ്വാനിക്കാൻ കഴിയുന്നില്ല, സ്ത്രീകൾക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ മാസങ്ങളോളം അല്ലാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സ്വഹാബാക്കളെയും ഖൈബർ യുദ്ധവേളയിൽ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വേറൊരു ഓപ്ഷനില്ല, രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അവരെങ്ങാനും ഇങ്ങോട്ട് ചാടിക്കടക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ പോയാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനെ ബരമേൽപ്പിക്കുന്നത്. അള്ളാഹുവേ, നിന്നെ ബരമേൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണേ അല്ലാ. അപ്പോഴാണ് അത്ഭുതകരമായി ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നത്. ഒരു രാത്രി അവർ കിടന്നുറങ്ങുമ്പോഴാണ് ശക്തമായ പേമാരിയും കൊടുങ്കാറ്റും വന്നത്. അവരുടെ ടെന്റുകൾ പാറി, അവരുടെ ഭക്ഷണങ്ങൾ പാറി, അവരുടെ സൈന്യം ചിന്നിച്ചിതറി, അവരുടെ ഒട്ടകങ്ങൾ പാറി. അവസാനം രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന ഒരൽപ്പം ആളുകൾ മാത്രമാണ്. എല്ലാ ആളുകളും ചിന്നിച്ചിതറുകയാണ് ചെയ്തത്. എല്ലാ ആളുകളും ഓടിപ്പോവുകയാണ് ചെയ്തത്. കയ്യിൽ കിട്ടിയ വസ്തുക്കളെല്ലാം എടുത്തവർ ഓടിപ്പോയി. വലിയ ശക്തമായ കൊടുങ്കാറ്റ്. ആരാണ് അവിടെ ഇടപെട്ടത്? അള്ളാഹുവാണ് മുഅ്മിനീങ്ങളെ ഇടപെട്ടത്. അപ്പൊ അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം.
ഏത് വിഷയം വന്നാലും അള്ളാഹുവിനെ ആത്മാർത്ഥതയോടെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏത് വിഷയം വന്നാലും അങ്ങനെ തന്നെയാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്നാൽ അള്ളാഹുവിനെ ഏൽപ്പിച്ച് മിണ്ടാതിരിക്കാനാണോ? അല്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ച് നമ്മുടെ പണിയെല്ലാം നമ്മൾ എടുക്കണം. അള്ളാഹുവിനെ ഏൽപ്പിക്കണം. എല്ലാവരും ആത്മാർത്ഥമായി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കണം. എന്നാൽ അല്ലാഹു തആല നമ്മുടെ വഴി എളുപ്പമാക്കി തരുമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത് തന്നെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടാനാണ്. അല്ലാഹു പറയുന്നുണ്ട്, വലാ തദഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്ത ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കരുത്. മാ ലാ യൻഫഉക വലാ യദുറുക. അഥവാ ചോദിക്കാൻ അർഹൻ അല്ലാഹുവാണ്. അതേപോലെ ഏകനായ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എന്നിട്ട് പറയുന്നു, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസത്തെ മാറ്റാൻ അല്ലാഹുവിനെ സാധിക്കുള്ളൂ. അല്ലാഹു പറയാണ് സൂറത്ത് യൂനുസിലെ 107-ാമത്തെ ആയത്താണിത്. വഇയംസസ്കല്ലാഹു ബിദുർരിൻ. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നാൽ, നിങ്ങൾക്കൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു അല്ലാതെ വേറെ ഒരാൾക്കും അതിനെ മാറ്റാനോ തടുക്കാനോ തടയാനോ ചെറുക്കാനോ കഴിയില്ല. വഇയുരിദുക ബിഖൈരിൻ. നിങ്ങൾക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലി. നിങ്ങളുടെ നന്മയെ തടയാനും ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പ്രശ്നങ്ങളെല്ലാം അല്ലാഹുവിനോട് പറയണമെന്നാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ദുആ ചെയ്യാനും ആത്മാർത്ഥമായ അല്ലാഹുവിലേക്ക് മുന്നിട്ടിറങ്ങാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസാനമായി ഒരു ഹദീസ്, ഒരു ആയത്ത് കൂടി നിങ്ങളോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു ആയത്താണ്. സൂറത്തുൻ നൂറിലെ 55-ാമത്തെ ആയത്താണിത്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറിയാൽ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ ആരോടും വിധേയത്വം കാണിക്കണ്ട. വലാ തഹിനൂ. നിങ്ങൾ നിന്ദ്യരാവരുത്, മുട്ടുമടക്കരുത്. വലാ തഹിനൂ. ആർക്കും അടിമമേലെ ചെയ്യരുത്, പാദസേവ ചെയ്യരുത്, ആരോടും നിങ്ങൾ വിധേയത്വം കാണിക്കരുത്. വലാ തഹ്സനൂ. നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, ആശങ്കയും വേണ്ട, പേടിയും വേണ്ട, ആശങ്കയും വേണ്ട. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ റബ്ബ് ചില നിർദ്ദേശങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. എന്താണ് ആ നിർദ്ദേശങ്ങൾ? വഅദല്ലാഹു الذين آمنوا منكم. നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസികളോട് വഅമിലുസ് സ്വാലിഹാത്ത്. സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് വാഗ്ദാനം എന്നറിയോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് അധികാരം നൽകിയതുപോലെ അല്ലാഹു തആല നിങ്ങളുടെ കൈകളിലും അധികാരം നൽകാം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതുപോലെ ആയിരക്കണക്കിന് വർഷങ്ങളാണ് ഇവിടെ ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾ ഭരിച്ചത്. അന്ന് വേണമെങ്കിൽ മുസ്ലിം രാജാക്കന്മാർക്ക് ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാമായിരുന്നു. ആയിരക്കണക്കിന് വർഷം ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അന്നെ അവർ തീരുമാനിച്ചാൽ ഇവിടെ മുസ്ലിം രാജ്യമാക്കി മാറ്റിക്കൂടായിരുന്നു. എല്ലാവരെയും അടിച്ച് ഇതേപോലെ പൗരത്വ രജിസ്ട്രേഷനും പൗരത്വ ബില്ലും കൊണ്ടുവന്നിട്ട് മുസ്ലിം ആവാത്ത ആളുകളൊക്കെ നാട് കടത്തിട്ട് എല്ലാ രാജ്യത്തെ മുസ്ലിമാക്കാൻ പറ്റില്ലായിരുന്നു. പട്ടാളവും സൈന്യം എത്ര 1000 വർഷം വരച്ച്, 100 വർഷം, 5 വർഷം, 10 വർഷം ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഇസ്ലാം ലോകത്തില്ല. ആളുകളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആശയം ഇസ്ലാമിലില്ല. താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം. നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കും, ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം, താല്പര്യമില്ലാത്തവർക്ക് അവരവരുടെ മതത്തെ പിന്തുടരാം. ഇനി ഇസ്ലാമിന്റെ ശത്രുവായി ജീവിച്ചാലോ അപ്പൊ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും.
മുസ്ലിം രാജ്യത്ത് ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിം രാജ്യമാണ്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നമ്മൾക്കെതിരെ തിരിയുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ഇടപെടേണ്ടി വരും. അതേപോലെ ഇന്ത്യ രാജ്യത്ത് നിന്നിട്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇടപെടണം. അതാരാരിടപെടണം? ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. അപ്പൊ ഇവിടെ പറയുന്നത് എത്രയോ വർഷങ്ങൾ ഈ ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടും ഇവിടെ ഒരു ഇസ്ലാം മതം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ കൊണ്ടുവരാൻ ആരും ശ്രമിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരാൾ സ്വയം ഇഷ്ടപ്പെട്ട് സ്വീകരിക്കലാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു പൗരത്വ ബില്ല് വന്നപ്പോൾ തന്നെ എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, എത്ര ആളുകൾ ഞങ്ങൾ മുസ്ലിമീങ്ങളാകുമെന്ന് പറഞ്ഞു. അനൂപ് വിയാറൊക്കെ ഉംറക്ക് പോയതും ഇസ്ലാം ആശ്ലേഷണം പരസ്യമാക്കിയതൊക്കെ ഇങ്ങനെ ഒരു പൗരത്വ ബില്ല് വന്നപ്പോഴാണ്. അപ്പൊ ഇതൊക്കെ ഹൈറാണ്. നിങ്ങളിതൊന്നും ഒരു വലിയ പ്രയാസമായിട്ടോ വലിയൊരു വിഷമായിട്ടോ ഈ ഞങ്ങളൊക്കെ തീർന്നു അങ്ങനൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ഇതിനേക്കാളൊക്കെ ഭംഗിയായി മറികടന്ന് ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയുമ്പോൾ ഒന്നും കൂടി ഉഷാറാവും. ഒരു അവസാന പൊട്ടലുണ്ട്. ഒരു ബലൂൺ നമ്മൾ ഊതി വീർപ്പിക്കാൻ, ഊതി 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 അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞാൽ പിന്നെ ഊതി അത് പൊട്ടും. പിന്നെ അത് എന്താവൂല, വലുത. ഒരു ബലൂണിന് അതിന്റെ നിർമ്മാതാവ് ഉദ്ദേശിച്ചൊരു വലുപ്പമുണ്ട്. ആ വലുപ്പം വരെ നമ്മൾക്ക് വീർപ്പിക്കാൻ പറ്റും. ഒരാൾക്ക് അതിനേക്കാളും വലുപ്പം വേണമെന്ന് തോന്നിയാൽ അത് പൊട്ടും. അതേപോലെ ഏതൊരു വസ്തുവും അതിന്റെ ഉച്ചിയിലെത്തിയാൽ അത് പിന്നെ തകരലാണ്.